ഓം ശാന്തി 18/7/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, സേവനത്തിൻ്റെ വാർത്തകൾ കേൾക്കുന്നതിനും വായിക്കുന്നതിനും നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇതിലൂടെ ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നു. സേവനം ചെയ്യണം എന്ന സങ്കല്പം ഉണ്ടാകുന്നു. സർവരുടെയും സഹയോഗത്തിലൂടെ സുഖമായ ലോകം, ഇങ്ങനെ പറയാറുണ്ട്. എല്ലാവരും അവരവരുടെ രീതിയിൽ അവരവരുടെ വശത്തു നിന്ന് പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾക്ക് ലോകത്തെ തന്നെ പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നത്. ഈ മുഴുവൻ ലോകത്തിലായും യജ്ഞം പരന്നു കിടക്കുകയാണ്. ഈ മഹായജ്ഞത്തിൽ ഓരോയിടത്തും എന്ത് സേവനം നടക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ അതിൽ നിന്നും നമ്മൾക്കും അതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ അത് ചെറുതായി ഒന്ന് മാറ്റി ചെയ്യണം എന്ന് നമ്മൾക്കും ആഗ്രഹമുണ്ടാകും. മറ്റുള്ളവരെന്തു ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമ്മൾക്കും അതുപോലെ ചെയ്യണം എന്നുള്ള ഉത്സാഹം ഉണ്ടാകാറുണ്ട്. ഇത് ഒരു സമൂഹത്തിൻ്റെ രീതിയാണ്. ഇതുപോലെ ബാബ പറയുന്നു, സേവനത്തിൻ്റെ വാർത്തകൾ കേൾക്കുന്നതിനും അതുപോലെ നമ്മൾക്കും സേവനം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടാകുന്നതും വളരെ നല്ലതാണ്. അതിനാൽ സേവന വാർത്തകൾ കേൾക്കുന്നതിനും വായിക്കുന്നതിനും കാണുന്നതിനും നമ്മൾക്ക് താൽപ്പര്യം ഉണ്ടായിരിക്കണം. ചോദ്യം: സംഗമയുഗത്തിൽ ബാബ നിങ്ങൾക്ക് സുഖം തരുന്നില്ല, എന്നാൽ സുഖത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു. എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ബാബയുടെ എല്ലാവരും കുട്ടികളാണ്. അവയിൽ ഒരാൾക്ക് മാത്രം സുഖം നൽകുന്നു എങ്കിൽ അതും ശരിയല്ല. ലൗകിക പിതാവിൽ നിന്ന് കുട്ടികൾക്ക് തുല്യമായ പങ്കാണ് ലഭിക്കുന്നത്. പരിധിയില്ലാത്ത ബാബ പങ്കൊന്നും വിതരണം ചെയ്യുന്നില്ല, സുഖത്തിൻ്റെ വഴി പറഞ്ഞു തരുന്നു. ആര് ഈ വഴിയിലൂടെ നടക്കുന്നുവോ, പുരുഷാർത്ഥം ചെയ്യുന്നുവോ, അവർക്ക് ഉയർന്ന പദവി ലഭിക്കുന്നു. കുട്ടികളും പുരുഷാർത്ഥം ചെയ്യണം. എല്ലാ ആധാരവും പുരുഷാർത്ഥത്തിലാണ്. ലൗകിക പിതാവ് തൻ്റെ സമ്പത്ത് വിതരണം ചെയ്യുമ്പോൾ അത് തുല്യമായ പങ്കാക്കി എല്ലാവർക്കും തുല്യമായി നൽകുന്നു. എന്നാൽ പരിധിയില്ലാത്ത പിതാവ് തൻ്റെ സമ്പാദ്യം അല്ലെങ്കിൽ സമ്പത്ത് എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യുന്നില്ല. ബാബ വിതരണം തന്നെ ചെയ്യുന്നില്ല. ബാബ എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുകയാണ്. സുഖത്തിലേക്ക് പോകണമെങ്കിൽ ഇന്ന വഴിയിലൂടെ പോകണം. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്നാൽ ഒരു കുട്ടിക്ക് മാത്രം അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് മാത്രം സമ്പാദ്യം കൊടുത്തു എന്നൊരു കാര്യം വരുന്നില്ല. അതിനോടൊപ്പം സമൂഹത്തിൻ്റെ ഒരു രീതിയാണ്, എല്ലാവർക്കും അവരവരുടേതായ സ്ഥാനമാണ് ഉള്ളത്. എല്ലാവർക്കും ഒരേപോലെയുള്ള സ്ഥാനം കിട്ടുക എന്നത് സമൂഹത്തിൻ്റെ രീതിക്കനുസരിച്ച് സാധ്യമല്ല. ഉദാഹരണത്തിന്, ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും മുൻനിരയിൽ തന്നെ ഇരിക്കണം എന്നാണ് എങ്കിൽ അത് സാധ്യമല്ല. പകരം എല്ലാവർക്കും അവരവരുടേതായ സീറ്റ് ലഭിക്കുന്നു. ചിലരുടേത് പിന്നിലാകാം, ചിലരുടേത് മുന്നിലാകാം. അതുപോലെ ബാബയും തൻ്റെ സമ്പത്ത് എല്ലാവർക്കും നൽകുന്നതിന് പകരം സമ്പത്ത് എടുക്കുന്നതിനുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിലൂടെ ഓരോരുത്തരും അവരവരുടെ ഭാഗ്യം സ്വയം ഉണ്ടാക്കുകയാണ്. ഈ ഭാഗ്യം ഉണ്ടാക്കുന്നതിന് പരിശ്രമം ഏറ്റവും മുഖ്യമാണ്. ആരാണോ ബാബയുടെ ശ്രീമതമനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നത് അവർക്കാണ് സമ്പാദ്യം ലഭിക്കുന്നത്. ഇത് ഏറ്റവും ഉയർന്ന ലക്ഷ്യമാണ്. ഏറ്റവും ഉയർന്ന ബാബ നൽകുന്ന ഉയർന്ന നിർദ്ദേശമാണ്. ആരാണോ ഈ നിർദ്ദേശത്തിലൂടെ നടന്ന് മുന്നോട്ടേക്ക് ഉയരുന്നത് അവർക്കാണ് മുഴുവൻ സമ്പാദ്യവും ലഭിക്കുന്നത്. ഇതിലൂടെ എല്ലാവർക്കും അവരവർക്കിഷ്ടമുള്ള അത്രയും സമ്പാദ്യം ലഭിക്കുന്നു. എല്ലാവരും ബാബയുടെ കുട്ടികളാണ്. അതിനാൽ എല്ലാവരോടും ബാബയ്ക്ക് തുല്യ സ്നേഹമാണ്. എന്നാൽ അവരവരുടെ പരിശ്രമമനുസരിച്ച് അവരവരുടെ ഭാഗ്യം ഉണ്ടാക്കുന്നു.
അതിനാൽ ബാബ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ്, കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യണം. എല്ലാ ആധാരവും പുരുഷാർത്ഥത്തിലാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു കാര്യത്തിലും വിവശരാകരുത്. സ്വയം ജ്ഞാനം ധാരണ ചെയ്ത് ദാനം ചെയ്യണം. മറ്റുള്ളവരുടെയും ഭാഗ്യം ഉണർത്തണം. 2. ആരോട് സംസാരിക്കുകയാണെങ്കിലും സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കണം. അല്പം പോലും ദേഹാഭിമാനം വരരുത്. ബാബയിൽ നിന്നും ലഭിച്ച അപാര സുഖം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സ്വയം ജ്ഞാനം ധാരണ ചെയ്ത് മറ്റുള്ളവർക്കും ദാനം ചെയ്യണം. അവർ ഒന്നുകിൽ ഈ ജ്ഞാനം സ്വീകരിക്കും, ഇല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കും. ജ്ഞാനം സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ ഭാഗ്യം ഉണരുന്നു. ജ്ഞാനം സ്വീകരിക്കുന്നില്ല എങ്കിൽ അവർക്ക് ജ്ഞാനം നൽകി എന്നുള്ളതിൻ്റെ ഫലം നമ്മൾക്ക് ലഭിക്കും. അതിനാൽ മറ്റുള്ളവരുടെയും സേവനം ചെയ്യണം. എന്നാൽ ഒരു കാര്യത്തിലും വിഷമിച്ചു പോകരുത്. ബാബ നമ്മൾക്ക് എല്ലാ ജ്ഞാനവും തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ പരിതസ്ഥിതികളെയും മറികടക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എല്ലാ മനുഷ്യരും ആത്മാക്കളാണ്. നാം സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി മറ്റുള്ള ആത്മാക്കളോട് സംസാരിക്കണം. ഇങ്ങനെ ആത്മാഭിമാനി സ്ഥിതിയിലിരുന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലൂടെ ദേഹാഭിമാനം അല്പം പോലും വരില്ല. എത്ര സുഖമാണോ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് അത് മറ്റുള്ളവർക്കും വിതരണം ചെയ്യണം. പറയാറുണ്ട്, സുഖം എത്ര നമ്മൾ വിതരണം ചെയ്യുന്നുവോ അതിൻ്റെ ഇരട്ടി നമ്മൾക്ക് ലഭിക്കുകയാണ് എന്ന്. വരദാനം: ഹൃദയം കൊണ്ടും തല കൊണ്ടും രണ്ടിൻ്റെയും ബാലൻസിലൂടെ സേവനം ചെയ്യുന്ന സദാ സഫലതാമൂർത്തായി ഭവിക്കട്ടെ. പല സമയവും കുട്ടികൾ സേവനത്തിൽ തല മാത്രം ഉപയോഗിക്കുന്നു. എന്നാൽ തലയും ഹൃദയവും രണ്ടും ഒപ്പമൊപ്പം സേവനത്തിൽ ഉപയോഗിക്കൂ. എങ്കിൽ സേവനത്തിൽ സഫലതാമൂർത്തരായി തീരും. തല മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചു സമയത്തേക്ക് ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കും. ബാബ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നവൻ. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം പിന്നെയും ഞാൻ എന്ന ഭാവം വരുന്നു. ആര് ഹൃദയം കൊണ്ട് ചെയ്യുന്നുവോ അവരുടെ ഹൃദയത്തിൽ ബാബയുടെ ഓർമ്മ സദാ ഉണ്ടായിരിക്കും. ഫലം ലഭിക്കുന്നത് തന്നെ ഹൃദയം കൊണ്ട് സേവനം ചെയ്യുന്നതിനാണ്. ഇവ രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടെങ്കിൽ സദാ സഫലതയാണ്. സേവനം ചെയ്യുമ്പോൾ സേവനത്തിൽ തലയുടെയും ഹൃദയത്തിൻ്റെയും ബാലൻസ് വേണം. തല എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ആ കാര്യം യുക്തിയുക്തമായി കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ എഫേർട്ട് ഉപയോഗിച്ച് കൂടുതൽ ഫലം എങ്ങനെ കൊണ്ടുവരാം എന്നതിന് പുറമേ നാം ചെയ്യുന്ന കാര്യങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം നാം ചെയ്യുന്ന പ്രവൃത്തി ഭാവന സമ്പന്നമാകുകയും വേണം. എന്നാൽ ഈ ഭാവന വെറും ഭാവനയാകരുത്, ജ്ഞാനയുക്തമായിരിക്കണം. ഇതിനെയാണ് ഇവിടെ ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത്. ആരാണോ തൻ്റെ കർമ്മം ഹൃദയപൂർവ്വം ചെയ്യുന്നത് അവർക്ക് തീർച്ചയായും ഫലം ലഭിക്കുന്നു. എന്നാൽ യുക്തിയുക്തമായും ചെയ്യുക തന്നെ വേണം. ഇതിലൂടെ സഫലതാമൂർത്തരാകുന്നു. ഇന്ന് ബാബ സേവനം ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും ബാബയാണ് എന്ന ഓർമ്മ എപ്പോഴും നിലനിൽക്കും. സ്ലോഗൻ: പരിധിയില്ലാത്തതിൽ നിൽക്കൂ, എങ്കിൽ പരിധിയുള്ള കാര്യങ്ങൾ സ്വതവേ സമാപ്തമാകും. ഓം ശാന്തി.